ജീവിതത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് മാൻസിക്. ഭാര്യയെ നഷ്ടപ്പെട്ട ശേഷം തൻ്റെ കുഞ്ഞുമകൾ ഏനയെ ഒറ്റയ്ക്ക് വളർത്തുകയാണ് അവൻ. അവൾക്ക് ഒരു കുറവും വരാതിരിക്കാൻ കഠിനമായി ജോലി ചെയ്യുന്ന മാൻസിക്കിന് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഏനയെ സ്കൂളിൽ ചേർക്കാൻ അമ്മയുടെ വിവരങ്ങൾ ഉൾപ്പെട്ട ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനാൽ ഒരു വിയറ്റ്നാം സ്വദേശിനിയെ പണം നൽകി താൽക്കാലികമായി ഭാര്യയായും ഏനയുടെ അമ്മയായും അഭിനയിപ്പിക്കാനുള്ള തീരുമാനമാണ് മാൻസിക് എടുക്കുന്നത്. ഒരു ഏജന്റിലൂടെ ഒരു സ്ത്രീയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അവൾ പിന്മാറുന്നു. നിരാശനായി മടങ്ങുമ്പോഴാണ് ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച മാൻസിക് കാണുന്നത്. ആ സ്ത്രീയുടെ പേരാകട്ടെ മീഹി എന്നാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനാലാണ് അയാൾ അവളെ പിന്തുടർന്ന് അടിക്കുന്നത്. ഇത് കണ്ട മാൻസിക് ആ മനുഷ്യനെ അടിക്കുന്നു. പിന്നീട് മീഹിയുടെ ഒരു മാഡം എന്നൊരു സ്ത്രീ അവിടേക്ക് എത്തുന്നു. മീഹിക്ക് കടമുണ്ടായതിനാലാണ് അവളെ പിടിക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നു. എന്നാൽ അക്രമം ഒരിക്കലും പരിഹാരമല്ലെന്ന് പറഞ്ഞ മാൻസിക് അവിടെ നിന്ന് പോകുന്നു. ശേഷം മകൾ എനയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവൾ പതിവ് പോലെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നു. അമ്മ വിയറ്റ്നാമിൽ ജോലി ചെയ്യുകയാണ്, ഒരു നാൾ തിരികെ വരും എന്ന കള്ളക്കഥ തന്നെയാണ് മാൻസിക് വീണ്ടും പറയുന്നത്. ആ കള്ളം പറയുമ്പോഴും അവൻ്റെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞിരുന്നു. ആ രാത്രി മാൻസിക് തൻ്റെ സഹോദരൻ ചാൻസുവിനോട് തൻ്റെ പദ്ധതി തുറന്നു പറയുന്നു. ഒരു യഥാർത്ഥ വിവാഹമല്ല, വെറും രേഖകൾക്കായി മാത്രം ഒരു വിവാഹം. അതിനായി 20 മില്യൺ വോൺ നൽകാൻ പോലും അവൻ തയ്യാറാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ചാൻസുവിൻ്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതേസമയം മാഡത്തിൻ്റെ വീട്ടിൽ മീഹിക്ക് മാൻസിക്കിനെ കുറിച്ച് ഒരു പുതിയ കാര്യം അറിയാൻ സാധിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഗ്രാമത്തിലെ എല്ലാവരെയും സഹായിക്കുന്ന നല്ല മനുഷ്യനാണ് മാൻസിക് എന്ന് കേട്ടപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. മാത്രവുമല്ല, അവളെ രക്ഷിച്ചതിന് മാൻസിക്കിനോട് ഒരു നന്ദി പറയണമെന്ന് അവൾ തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ മാൻസിക്കിൻ്റെ വീട്ടിലെത്തിയ മീഹി കഴിഞ്ഞ ദിവസം അവളെ രക്ഷപ്പെടുത്തിയതിന് മാൻസിക്കിനോട് താങ്ക്സ് പറയുന്നു. ഇതിനിടയിൽ മാൻസിക്കിന് ഒരു ഫോൺ കോൾ എത്തുന്നു. വിയറ്റ്നാമിൽ നിന്നുള്ള സ്ത്രീ ഇനി അഭിനയിക്കാൻ വരില്ലെന്ന് അറിയിക്കുന്നു. ഈ വാർത്ത മാൻസിക്കിനെ തകർത്തു കളയുന്നു. കാരണം സ്കൂൾ അഡ്മിഷൻ അടുത്തിരിക്കുകയാണ്. അതിനിടെയാണ് ഇയന അങ്ങോട്ട് വരുന്നത്. മീഹിയും അച്ഛനും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട അവൾ അമ്മ തിരികെ വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഓടിച്ചെന്ന് മീഹിയെ കെട്ടിപ്പിടിക്കുന്നു. മാൻസിക് ഇയനയെ എത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ഇയന വിശ്വസിക്കുന്നില്ല. അവൾ വിചാരിക്കുന്നത് മീഹി അവളുടെ അമ്മയാണ്. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് മീഹിയെ വിടാൻ പോലും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യം കണ്ട മാൻസിക് ഒടുവിൽ മീഹിയോട് ഒരു അപേക്ഷ നടത്തുന്നു. എനിക്ക് വേണ്ടി കുറച്ച് ദിവസമെങ്കിലും എൻ്റെ ഭാര്യയായും അവളുടെ അമ്മയായും അഭിനയിക്കാമോ? ആദ്യം മീഹി ഇത് ശക്തമായി നിരസിക്കുന്നു. എന്നാൽ സ്വന്തം കടബാധ്യത ഓർത്തപ്പോൾ ഈ അവസരമാണ് തൻ്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഏക വഴിയെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവസാനം വലിയ മടിയോടെ അവൾ സമ്മതിക്കുന്നു. മാൻസിക് അവളുടെ കട മുഴുവൻ തീർത്ത് മാഡത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മീഹി വീണ്ടും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ടൈം എന്നെ അകത്തേക്ക് ഓടിയെത്തി അമ്മ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചതോടെ അവളുടെ എല്ലാ പദ്ധതികളും തകരുന്നു. അങ്ങനെ യഥാർത്ഥ ബന്ധമൊന്നുമില്ലാത്ത അവർ ഒരേ വീട്ടിൽ ഒരേ കുടുംബമായി ജീവിക്കാൻ തുടങ്ങുന്നു. വീട്ടിലെത്തിയ ശേഷം മാൻസിക് ഒരു കുടുംബാചാരം പാലിക്കുന്നു. പൂർവികരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ മീഹിയെ കൊണ്ടുപോയി അവരെ പ്രാർത്ഥിക്കാൻ പറയുന്നു. ചുമരിലെ എല്ലാ ചിത്രങ്ങളും ഒരേപോലെ ഇരിക്കുന്നത് കണ്ട് മീഹിക്ക് ചിരിയും വരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾക്ക് നന്നായി ടെൻഷൻ ആകുന്നുണ്ട്. അവളുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ട മാൻസിക് അമ്മയ്ക്ക് യാത്രാക്ഷീണമുണ്ട്, അമ്മ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഏനയോട് പറയുന്നു. എന്നാൽ എനിക്ക് അതൊന്നും പ്രശ്നമല്ല. വർഷങ്ങളായി കാത്തിരുന്ന അമ്മയെ കണ്ട സന്തോഷത്തിലാണ് അവൾ. ആ രാത്രി വളരെ നാളുകൾക്ക് ശേഷം മീഹി സമാധാനമായി ഉറങ്ങുന്നു. ഭയമോ പിന്തുടരുന്ന ആളുകളോ ഇല്ലാത്ത ഒരു രാത്രി അവൾക്ക് പുതുമയായിരുന്നു. എന്നാൽ പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ വീട് നിശബ്ദമാണെന്ന് കണ്ട അവൾ ഇതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമെന്ന് കരുതുന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മറുവശത്ത് നിന്ന് മാൻസിക്കും അതേസമയം അകത്തേക്ക് നോക്കുകയായിരുന്നു. ഇരുവരും ഒരുപോലെ ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ മാൻസിക് വിശദീകരിക്കുന്നു. ഞാൻ നിന്നെ നോക്കി നിന്നതല്ല, ഇന്നലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അല്പസമയത്തിന് ശേഷം അവൾ ഏന എവിടെയാണെന്ന് ചോദിക്കുന്നു. വീട് ഇത്ര നിശബ്ദമായത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. മാൻസിക് അതിന് മറുപടി പറയാതെ ഒരു വിവാഹ രജിസ്ട്രേഷൻ ഫോം അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ഇപ്പോൾ തന്നെ പൂരിപ്പിക്കണം. മീഹി ഉടനെ തന്നെ നാളെ രാവിലെ ഇത് ഫിൽ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ അത് സമയം നീട്ടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. വീണ്ടും ഒളിച്ചോടാൻ ഒരു അവസരം കിട്ടുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. എന്നാൽ മാൻസിക് സമ്മതിക്കുന്നില്ല. നാളെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിനു പുറമെ ചാൻസും കുടുംബവും നമുക്കായി പ്രത്യേക വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് തീർക്കണം. വഴിയില്ലാതെ മീഹി ഫോം പൂരിപ്പിക്കാൻ തുടങ്ങുന്നു. സ്വന്തം വിവരങ്ങൾ മറച്ചുവെക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാൻസിക് അത് ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് അവൻ അറിയുന്നത് മീഹിക്ക് വെറും 27 വയസ്സാണ്. കൂടാതെ അവളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഗം ബ്ലാങ്കായി കിടക്കുകയാണ്. അത് കണ്ട മാൻസിക് അവളോട് ചോദിക്കുന്നുണ്ട്,
ഒടുവിൽ മീഹി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം പറയുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അച്ഛനൊരു പേര് മാത്രം നൽകി എന്നേക്കുമായി അപ്രത്യക്ഷനായി. അതിനുശേഷം അവൾക്ക് കുടുംബം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട മാൻസിക്കിന് അവളോട് സഹതാപം തോന്നുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മീഹിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് കുടുംബമില്ലാത്തത് കൊണ്ടാണ് ഈ നാടകത്തിന് ഞാൻ സമ്മതിച്ചത്. അതുകൊണ്ട് ദയവായി എൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുത്. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മാൻസിക് ഒരു ഗ്രാമസമ്മേളനത്തിലേക്ക് പോകുന്നു. മീഹിയും വരുമോ എന്ന് ചാൻസ് ചോദിക്കുമ്പോൾ അവൾക്ക് തൻ്റെ മുഖം കാണുന്നതേ ഇഷ്ടമല്ല. അതിനാൽ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് മാൻസിക് പറയുന്നു. വീട്ടിൽ ഈ ടൈം ഒറ്റയ്ക്കായ മീഹി മാൻസിക്കിന് ഇത്ര സാധാരണക്കാരനായിട്ടും എങ്ങനെ പണമുണ്ടെന്ന് ചിന്തിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും മോഷ്ടിക്കാമോ എന്ന് അവൾ ചിന്തിച്ചങ്ങനെ നടക്കുന്നതിനിടെ അവളുടെ കാലിലെ ബാൻഡേജ് അഴിഞ്ഞു പോകുന്നു. ആ ടൈമിലാണ് മാൻസിക്കും മീഹിയും അവിടെ എത്തുന്നത്. അവരെ കണ്ടപ്പോൾ ഭയന്നുപോയ മീഹി താനൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയുന്നു. എന്നാൽ അവളുടെ ഉദ്ദേശം അവിടെ നിന്ന് കടക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത മാൻസിക്ക് അവൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അന്വേഷിക്കുകയായിരുന്നു. അവളുടെ മുറിവ് കണ്ട ഉടൻ തന്നെ സ്നേഹത്തോടെ മരുന്ന് വെച്ച് കൊടുക്കുന്നു. അവൻ്റെ ആത്മാർത്ഥമായ കരുതൽ മീഹിയെ ആഴത്തിൽ സ്പർശിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഏന അമ്മ എഴുന്നേൽക്കാൻ കാത്തിരിക്കുന്നു. മീഹി ഉണർന്നപ്പോൾ അമ്മ വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഒന്ന് തൊടാമോ എന്ന് ചോദിക്കുന്നു. മീഹി സമ്മതിച്ചെങ്കിലും കൈവയ്ക്കാൻ മാത്രം പറയുന്നു. അങ്ങനെ അമ്മയും മകളും മാത്രമായുള്ള ഒരു പ്രഭാതത്തിൽ ആ വീട് വളരെയധികം സന്തോഷത്തിലാണ്. ഭക്ഷണത്തിന് ശേഷം മീഹി അവൾക്ക് തലമുടി കെട്ടിക്കൊടുക്കുന്നു. ഇതിൽ വളരെയധികം ഏന സന്തോഷത്തിലാണ്. മാത്രവുമല്ല അമ്മ തലമുടി കെട്ടിക്കൊടുത്തത് അവളുടെ സുഹൃത്തിനെ കാണിക്കാൻ അവൾ പോകുന്നതിന് മുമ്പ് മീഹിയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ ടൈം വരെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച മീഹി ആദ്യമായി ഒരു യഥാർത്ഥ കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങുന്നു. മാൻസിക് പന്നി വളർത്തൽ ഫാമിലിക്ക് ജോലിക്ക് പോയ ശേഷം മീഹി ഉറങ്ങിപ്പോകുന്നു. ഉണർന്നപ്പോൾ ഫ്രിഡ്ജിൽ പഴങ്ങളുണ്ടെന്നും വിശന്നാൽ കഴിക്കാമെന്നും വേണമെങ്കിൽ പണമെടുത്ത് മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അമ്മൂമ്മയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്നും എഴുതിയ കുറിപ്പ് അവൾ കാണുന്നു. അവൾ ആ കടയിലെത്തുമ്പോൾ യാനയെ കാണുന്നു. അമ്മുമ്മ മീഹിയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും മാൻസിക്കിന് ഏറ്റവും ചേരുന്ന ഭാര്യയാണ് അവളെന്ന് പ്രശംസിക്കുകയും ചെയ്യുന്നു. തിരികെ വരുന്ന വഴിയിൽ ഗ്രാമവാസികൾ മുളക്, തണ്ണിമത്തൻ അങ്ങനെ പലതും സൗജന്യമായി നൽകുന്നു. എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നു. യാന അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഗ്രാമക്കാരുടെ ആത്മാർത്ഥമായ സ്നേഹം മീഹി ആദ്യമായി അനുഭവിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ മീഹി ഇത്രയും സാധനങ്ങളുമായി വരുന്നത് കണ്ട മാൻസിക് അത്ഭുതപ്പെടുന്നു. വഴിയിൽ കണ്ട് എല്ലാവരും തന്നതാണ് ഇതെന്ന് യാന സന്തോഷത്തോടെ പറയുന്നു. മീഹി അപ്പോൾ മാൻസിക്കിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ യാനയുടെ അമ്മയെന്ന് വിശ്വസിക്കുന്നോ? അപ്പോഴാണ് മാൻസിക് ഒരു സത്യം പറയുന്നത്. യഥാർത്ഥത്തിൽ യാനയുടെ അമ്മയെ ആ ഗ്രാമവാസികൾ ആരും തന്നെ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഒരു സംശയവുമില്ല എന്ന് മാൻസിക് അവളോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം മീഹി മാൻസിക്കിൻ്റെ അലങ്കോലമായ മുടി വെട്ടിക്കൊടുക്കാമെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ ഇത്ര അടുത്ത് വന്നത് കണ്ട് മാൻസിക്ക് വല്ലാതെ ടെൻഷനാകുന്നു. അവളുടെ കൈകൾ മുടിയിൽ തൊടുമ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. ശേഷം മീഹി പട്ടണത്തിലേക്ക് പോകാൻ ബൈക്ക് ചോദിക്കുന്നു. എന്നാൽ മാൻസിക്ക് എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. 3 പേരും ചേർന്ന് മനോഹരമായ ഒരു ചെറിയ യാത്ര നടത്തുന്നു. യാന സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നു. ഷോപ്പിംഗ് ചെയ്യാനും ഐസ്ക്രീമും ജ്യൂസും കഴിക്കാനും അവർ സമയം ചെലവഴിക്കുന്നു. അതിനിടെ മീഹിയുടെ മാഡം അവരെ കാണുന്നു. മീഹിയുടെ സന്തോഷം അവൾക്ക് സഹിക്കാനാവുന്നില്ല. അപ്പോഴാണ് ഗ്രാമത്തിലെ ചാൻയങ് എന്ന് പറയുന്ന ഒരു യുവാവ് അവിടെ എത്തുന്നു. മാഡത്തിന് ചാൻയങ്ങിനെ അറിയാം. ചാൻയങ്ങും മീഹിയുടെ ഭർത്താവായി ഇപ്പോൾ അഭിനയിക്കുന്ന മാൻസിക്കും തമ്മിലും പരിചയമുണ്ട്. അതുകൊണ്ട് മാഡം മീഹി മുമ്പ് അവളുടെ കൂടെ ജോലി ചെയ്തിരുന്നവളാണെന്ന് പറയുമ്പോൾ ചാൻയങ് അവളെ ശാസിക്കുന്നു. മാൻസിക്കിന് ഭാര്യ അങ്ങനെ ഒരു ജോലി ചെയ്തിരിക്കില്ല എന്നാണ് അവൻ ആ മാഡത്തിനോട് പറയുന്നത്. ഇത് കേട്ട മാഡം മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഈ ടൈമിലാണ് സ്കൂൾ കുട്ടികളെ കണ്ട യേന തനിക്കും സ്കൂളിൽ പോകണമെന്ന് പറയുന്നു. സ്കൂളും ഡേ കെയറും കാണണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. മാൻസിക്കിന് അത് എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ യേനയ്ക്ക് ഉറപ്പാണ്, അമ്മയ്ക്ക് എല്ലാം അറിയാം. കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുന്നു. ആ ടൈം ഏന ഉറങ്ങിപ്പോകുന്നു. മകൾക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിയുന്നില്ലെന്ന വിഷമം മാൻസിക്കിനും ഉണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പം മീഹിക്കും തോന്നുന്നു. പിന്നീട് ഒരു പന്നിക്ക് പ്രസവ സമയമായതിനാൽ ഓവർ ടൈം ജോലിക്ക് പോകേണ്ടി വരുമെന്ന് മാൻസിക് പറയുന്നു. യാനയുടെ സ്കൂൾ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ മീഹി ശ്രമിച്ചെങ്കിലും അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മാൻസിക് വിഷയം മാറ്റുന്നു. അവൻ പോയ ശേഷം മുറിയിലെ ഡ്രോയർ തുറന്ന മീഹി വിവാഹ രജിസ്ട്രേഷൻ ഫോം കാണുന്നു. അതിൽ തൻ്റെ ഒപ്പില്ലാത്തതിനാൽ അത് സമർപ്പിച്ചിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആ സത്യം അവളെ വിഷമിപ്പിക്കുന്നു. ഷാൻയാങ് എത്തുന്നത് മാഡം ഇതിനു മുന്നേ സംസാരിച്ച ആ മനുഷ്യൻ താൻ മാൻസിക്കിൻ്റെ ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം മീഹി മുമ്പ് ജോലി ചെയ്തിരുന്ന ആ മാഡത്തെക്കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചും ചോദിക്കുന്നു. ഇതെല്ലാം തനിക്കറിയാമെന്ന് തുറന്നു പറയുന്നു. ഇത് കേട്ട മീഹി തകരുന്നു. തൻ്റെ പാസ്റ്റ് ലൈഫ് രഹസ്യമാക്കാമെന്ന് പറഞ്ഞ മാൻസിക് അത് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നുവെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. ഇത് കേട്ട മീഹി ആകെ തകരുന്നു. തൻ്റെ പാസ്റ്റ് ലൈഫ് ആരോടും പറയില്ല, രഹസ്യമാക്കി വെക്കാമെന്ന് പറഞ്ഞ മാൻസിക് ഇത് മറ്റുള്ളവരോട് പരസ്യമാക്കിയെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. അതേസമയം മദ്യപിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന മാൻസിക് വഴിയിൽ
പൂക്കൾ പറിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലുള്ളതെല്ലാം സ്വയം സംസാരിക്കുന്നു. മീഹിയുടെ പഴയ ജീവിതം എന്തായാലും അവൾ നല്ല മനസ്സുള്ള സുന്ദരിയായ സ്ത്രീയാണെന്ന് അവൻ പറയുന്നു. യന അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറിയെന്നും അവൻ സമ്മതിക്കുന്നു. ഞാൻ ബുദ്ധിയില്ലാത്തവനായത് ഭാഗ്യമാണ്, അല്ലായിരുന്നെങ്കിൽ ഇത്ര നല്ലവളായ അവളോട് തെറ്റായ ചിന്തകൾ എനിക്ക് തോന്നിയേനെ എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. അവനറിയാതെ ഇതെല്ലാം മീഹി കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ കേട്ട് അവൾക്ക് ആകെ വിഷമമാകുന്നു. ഇവിടെ തന്നെ തുടരണമോ, ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണമോ എന്ന ആശയക്കുഴപ്പത്തിൽ അവൾ നിൽക്കുന്നു. അടുത്ത ദിവസം മീഹിക്ക് കഠിനമായി പനിക്കുന്നു. മരുന്ന് വാങ്ങാൻ മാൻസിക് പുറത്തു പോകുമ്പോൾ യാനയോട് അമ്മയെ നോക്കാൻ പറയുന്നു. കുഞ്ഞ് സ്നേഹത്തോടെ അവളെ പരിചരിക്കുകയും കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അമ്മ പക്ഷിയുടെ കഥ വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ കഥ കേട്ട മീഹി പൊട്ടിക്കരയുന്നു. യാനയുടെ കൂടെ എന്നും തുടരാൻ തനിക്ക് കഴിയില്ലെന്ന സത്യം അവളെ വേദനിപ്പിക്കുന്നു. മീഹി ഇത് ഓർത്ത് പൊട്ടിക്കരയുമ്പോൾ അമ്മ എന്തിനാ കരയുന്നതെന്ന് മനസ്സിലാകാത്ത യാന ആ അമ്മ പക്ഷിയുടെ കഥ പറഞ്ഞതുകൊണ്ടാണോ അമ്മ കരയുന്നതെന്ന് വിചാരിച്ച് അമ്മ പക്ഷിക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മീഹിയുടെ കണ്ണുനീർ നിലയ്ക്കുന്നില്ല. അതേസമയം പട്ടണത്തിൽ മാൻസിക് മരുന്ന് വാങ്ങുന്നത് കണ്ട ചാൻയാങ് യാനയ്ക്ക് അസുഖമാണെന്ന് കരുതുന്നു. എന്നാൽ മരുന്ന് മീഹിക്കാണെന്ന് മാൻസിക് പറഞ്ഞപ്പോൾ ഇന്നലെ വരെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്നെല്ലാം പറയുന്നു. മാത്രവുമല്ല ഈ ചാൻയാങ് വന്ന് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് മാൻസിക്കിന് മനസ്സിലാകുന്നു. ഉടനെ തന്നെ മാൻസിക് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോഴാണ് മീഹി അവിടെ കാണാനില്ലെന്ന് അദ്ദേഹം അറിയുന്നത്. അവളെ തിരിഞ്ഞിറങ്ങിയ അവൻ അധിക ദൂരം പോകും മുമ്പേ മീഹിയെ കണ്ടെത്തുന്നു. മാഡമാണ് ചാൻയാങ്ങിനോട് എല്ലാം പറഞ്ഞതെന്നും താൻ ഒരിക്കലും അവളുടെ രഹസ്യം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അവൻ വിശദീകരിക്കുന്നു. എന്നാൽ മീഹി അത് വിശ്വസിക്കുന്നില്ല. നീ കള്ളനാണ് എന്നവൾ പറയുന്നു. ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകൾ മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും ഭാവിയും തകർന്നതാണെന്ന് കരുതി ജീവിച്ചിരുന്നുവെന്നും അവൾ തുറന്നു പറയുന്നു. അത്തരമൊരു ജീവിതത്തിലേക്ക് വന്ന മാൻസിക് തൻ്റെ മനസ്സും ജീവിതവും കൂടുതൽ കുഴപ്പത്തിലാക്കിയെന്നാണ് അവളുടെ പരാതി. അതോടൊപ്പം അവൾ ഒരു വലിയ സത്യം സമ്മതിക്കുന്നു. ചാൻയാങ് വരുന്നതിന് മുമ്പ് ഞാൻ യാനയെ എൻ്റെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്നു. നിന്നെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ആ വാക്കുകൾ കേട്ട മാൻസിക് ഭയങ്കരമായി വിഷമിക്കുന്നു. അവൻ ശാന്തമായി ഒരു ചോദ്യം അവളോട് ചോദിക്കുന്നു. നീ ഒരു കാര്യം മാത്രം പറയൂ, ഞാൻ നിന്നെ പിടിച്ചു വയ്ക്കാൻ വന്നവനാണോ അതോ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവനാണോ എന്ന്. ആ ചോദ്യം കേട്ട മീഹിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒടുവിൽ അവൾ പറയുന്നത് ഒരു വാക്ക് മാത്രം, ഞാൻ പോകുകയാണ്. അല്പ ദിവസങ്ങൾ കടന്നു പോകുന്നു. യന ഒടുവിൽ അച്ഛനോട് ചോദിക്കുന്നു, അമ്മ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ എന്തിനാണ് പോയത് എന്നെല്ലാം. അമ്മ വീണ്ടും വിയറ്റ്നാമിലേക്ക് പോയിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നെല്ലാം മകളോട് പറയുന്നു. അതിനിടെ മറ്റൊരു പട്ടണത്തിലെ ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന മീഹി ഒരു ചെറിയ പെൺകുട്ടി അതേ അമ്മ പക്ഷിയുടെ കഥ വായിച്ച് കരയുന്നത് കാണുന്നു. യേനയുടെ ഓർമ്മകൾ അവളെ വല്ലാതെ അലട്ടുന്നു. അവൾ കുട്ടിയോട് പറയുന്നു, ആ അമ്മ പക്ഷി മരിക്കുന്നില്ല, അവസാനം അത് സ്വന്തം കുഞ്ഞിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നെല്ലാം. ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ യാനയെ എത്രമാത്രം അവൾ മിസ് ചെയ്യുകയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇതിനിടെ വീട്ടിലെ അമ്മ പുരട്ടി കൊടുത്ത നെയിൽ പോളിഷ് മാഞ്ഞു പോകുമെന്ന ഭയത്തിൽ യാന നഖം വെട്ടാൻ പോലും സമ്മതിക്കുന്നില്ലേ. അവളെ കുളിപ്പിക്കുന്നതിനിടെ മാൻസിക്കിന് വീണ്ടും വിവാഹ രജിസ്ട്രേഷൻ ഫോം കിട്ടുന്നു. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. മീഹി അതിൽ ഒപ്പിട്ടിരിക്കുന്നു. മാത്രമല്ല സ്വന്തം യഥാർത്ഥ പ്രായം 32 എന്ന് തിരുത്തി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാൻസിക്കിന് എല്ലാം മനസ്സിലാകുന്നു. മീഹി വെറും ഒരു നാടക വിവാഹം ആഗ്രഹിച്ചിരുന്നില്ല. അവൾക്ക് യഥാർത്ഥ വിവാഹവും യഥാർത്ഥ കുടുംബജീവിതവുമായിരുന്നു ആഗ്രഹം. ഈ തിരിച്ചറിവ് മാൻസിക്കിനെ അതിയായി സന്തോഷത്തിലാക്കുന്നു. അടുത്ത ദിവസം അവൻ തൻ്റെ അഭിഭാഷകനെ വിളിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു സത്യം വെളിപ്പെടുത്തുന്നത്. മാൻസിക് യഥാർത്ഥത്തിൽ വലിയ സമ്പന്നനാണ്. എന്നാൽ ലളിതമായ ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിച്ചതോടെ മാൻസിക്കും മീഹിയും ഒടുവിൽ വിവാഹിതരാകുന്നു. ഇരുവരുടെയും മുഖത്ത് യഥാർത്ഥ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. അങ്ങനെ അവരുടെ മനോഹരമായ പ്രണയകഥയ്ക്ക് സന്തോഷകരമായ ഒരു അവസാനമാകുന്നു.